ഹായ് ഫ്രണ്ട്സ്, അജിന്ത്യ പ്രസാദ് ഫാമിലി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഞാനിന്നേ വെറുതെ ഒന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയെന്ന് വിചാരിച്ചു. കുറേ നാളെയിൽ സംസാരിച്ചിട്ടൊക്കെ വിഷു കഴിഞ്ഞു, ഓരോരോ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു, ഇതുവരെ സംസാരിച്ചിട്ടില്ല. അപ്പോൾ എനിക്കിങ്ങനെ സംസാരിക്കാൻ ഇഷ്ടമാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ സംസാരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പണികളൊക്കെ കഴിഞ്ഞു. വൈശാഖ മാസമാണ്. അപ്പോൾ നമ്മൾ പണികളൊക്കെ കഴിഞ്ഞു, ഭക്ഷണം കഴിച്ചു, നാമങ്ങൾ ചൊല്ലി, അതിന് ഭക്ഷണം കഴിച്ചു. അങ്ങനെയൊക്കെയാണല്ലോ. കൃഷ്ണനെ ആരാധിക്കുന്ന ഒരു മാസം കൂടിയാണ്, കൃഷ്ണനെ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഒരു മാസം കൂടിയാണ് വൈശാഖ മാസം എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ രാവിലെ ഒരു 7 മണിക്ക്, 7 മണി തൊട്ട് 7:30 വരെയാണ് ടൈം. രാവിലെ 7 മണിക്ക് കൃഷ്ണനെ ഇങ്ങനെ വെച്ചിട്ട്, തുളസിയിലയും വിളക്കും നെയ്വിളക്കും ഒക്കെ വെച്ചിട്ട് കൃഷ്ണനെ ഇങ്ങനെ 7 പ്രാവശ്യം, ആദ്യം കാല്, അത് കഴിഞ്ഞാൽ അരക്കിട്ട് ഇവിടെ, പിന്നെ തല, അങ്ങനെയാണ് നമ്മൾ 4 ഓരോ ഇതുണ്ട്. ആദ്യം കാലിൻ്റെ അവിടെ ഇങ്ങനെ, പിന്നെ വയറിൻ്റെ അവിടെ, മുഖത്തിൻ്റെ അവിടെ, അത് കഴിഞ്ഞാൽ അവിടെ. അപ്പോൾ അങ്ങനെ നമുക്ക് അങ്ങനെ ഉഴിഞ്ഞെടുത്ത് ഒക്കെ വെച്ച് അങ്ങനെ കൃഷ്ണനെ ഒരു പൂജയുണ്ട്. രാവിലെ 7 മണി തൊട്ട്, അത് കഴിഞ്ഞിട്ട് രാവിലെ 7 മണിക്ക് തുടങ്ങിയിട്ട് പെട്ടെന്ന് കഴിയും. 7:30 വരെയാണ് ആ സമയമുള്ളത്, 7:30 വരെ. അതിനുശേഷം കൃത്യം 7 മണിക്ക് കേട്ടോ, അങ്ങനെ തന്നെയാണ് ചെയ്യാറ്. അത് കഴിഞ്ഞ് വൈകിട്ടും അതേപോലെ തന്നെ ഇങ്ങനെ ഒരു ദിവസം ഞാനത് കാണിക്കാം കേട്ടോ. അങ്ങനെയാണ് നമ്മൾ കൃഷ്ണനെ ആരാധിക്കുന്ന ഒരു ഇത്. അങ്ങനെ വിഷ്ണു സഹസ്രനാമം വായിക്കും, അതുപോലെ നമ്മൾ കൃഷ്ണൻ്റെ നാമങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കും, ഹരേ രാമ ഹരേ കൃഷ്ണ എന്നൊക്കെ ചൊല്ലി. അങ്ങനെ കൃഷ്ണ ആഗ്രഹങ്ങൾ, നമ്മളെ ആഗ്രഹങ്ങൾ, എല്ലാ സ്വപ്നങ്ങളെല്ലാം ഒരു നല്ലൊരു മാസമാണ് കൃഷ്ണൻ വൈശാഖ മാസം എന്ന് പറയുന്നത്. അതായത് നമുക്ക് അത് തൊഴാനും പ്രാർത്ഥിക്കാനും നാമങ്ങൾ എല്ലാം അങ്ങനെ ഡബിൾ ആണെന്നാണ് പറയാം. എപ്പോഴും നാമം ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ അത് ഡബിളായിട്ട് വർദ്ധിക്കും എന്നാണ് കേട്ടോ പറയാം. അപ്പോൾ അത് കാരണം ധാരാളം നമ്മൾ പ്രാർത്ഥിക്കണം, ഒരുപാട് പ്രാർത്ഥിക്കണം, അമ്പലങ്ങളിൽ പോകണം, അതായത് ക്ഷേത്രത്തിൽ പോകണം, ധാരാളം പ്രാർത്ഥിക്കണം. അപ്പോൾ അതിൻ്റെ അനുഗ്രഹങ്ങളും പുണ്യങ്ങളും ഒക്കെ നമുക്ക് വർദ്ധിക്കുകയുള്ളൂ. അപ്പം അങ്ങനെയാണ് വൈശാഖ മാസം എന്ന് പറയണത് കേട്ടോ. പിന്നെ ഇന്ന് ഇപ്പോൾ വൈകിട്ടാണ് ഞാൻ ക്ഷേത്രത്തിൽ പോകുന്നത്. രാവിലെ എനിക്ക് ക്ഷേത്രത്തിൽ പോകാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ വൈകിട്ടാണ് കേട്ടോ ക്ഷേത്രത്തിലേക്കൊക്കെ പോണത്. അപ്പോൾ വൈകിട്ട് നമ്മൾ പോവും. അപ്പോൾ അങ്ങനത്തെ ഓരോരോ കാര്യങ്ങൾ ഓരോ ദിവസവും നമുക്ക് കൂടുതലും കൃഷ്ണക്ഷേത്രങ്ങളിലും അത് നമുക്ക് പറ്റാവുന്ന ക്ഷേത്രം, നമ്മുടെ അടുത്ത് ഏത് ക്ഷേത്രമാണോ അത് നമുക്ക് ഇത്രയും നാളും നമ്മൾ മടി പിടിച്ചിരിക്കുന്ന ഒരു കാര്യം. ഈ ഒരു അതായത് ഈ ഏപ്രിൽ ഇന്ന് മുതൽ, ഇപ്പോൾ 18-ാം തീയതി മുതൽ മെയ് 16-ാം തീയതി വരെയാണ് വൈശാഖ മാസം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മുഹൂർത്തവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു ദിവസങ്ങളിലെങ്കിലും നമ്മൾ ഈശ്വരവചനം ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ മറ്റുള്ള കാര്യങ്ങളിലേക്ക് കുറച്ചെങ്കിലും ഈശ്വരനിലേക്ക് നാമങ്ങൾ ചൊല്ലാനും അതിലേക്ക് എത്തുവാനൊക്കെ നമ്മൾ ശ്രമിക്കണം എന്നാണ് കാരണന്മാർ തൊട്ട് പറഞ്ഞത്, നമ്മളെ പഠിപ്പിച്ചിരിക്കണം. അത് നമ്മളങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു, നമ്മളത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് നമ്മളുടെ മനസ്സിനെ ഏകീകരിക്കാനുള്ള ഒരു മാസമാണ്. പിന്നെ അക്ഷയ തൃതീയ വരികയാണ് നാളെ. ഇപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പോൾ നാളെ ആയിരിക്കും. അപ്പോൾ അക്ഷയ തൃതീയ വരികയാണ്. ഇപ്പോൾ ഇത് അപ്ലോഡ് ചെയ്യുന്ന ദിവസമായിരിക്കും കേട്ടോ അക്ഷയ തൃതീയത്. അപ്പം അതിൽ ഒരുപാട് നാമങ്ങൾ ചൊല്ലുക, ദാനം കൊടുക്കുക, അങ്ങനെയൊക്കെയാണ് നമ്മൾ പറയാം. അതായത് ഭക്ഷണം കൊടുക്കുക. അതപ്പോൾ നമ്മളുടെ സന്തോഷത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണോ അത് നമ്മുടെ ജീവിതത്തിൽ എന്താണോ അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുക. നാമങ്ങൾ ചൊല്ലുക, അർച്ചന ചെയ്യുക, അതാണ്. ഇപ്പം നമ്മൾ അർച്ചനകൾ ചെയ്യുക, ധാരാളം അർച്ചന ചെയ്യുക. അതായത് വിഷ്ണു സഹസ്രനാമം അർച്ചന ചെയ്യുക, വിഷ്ണു സഹസ്രനാമം ചൊല്ലുക. ഇതൊക്കെയാണ് എന്നെ സംബന്ധിച്ച് ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് കേട്ടോ. അപ്പം അക്ഷയ തൃതീയയുടെ അന്ന് കോയിൻസൊക്കെ നമ്മൾ സൂക്ഷിച്ച് ദൈവത്തിലേക്ക് അർപ്പിച്ച് വയ്ക്കുക. അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അനുസരിച്ച് നമ്മൾ ചെയ്യുക. നമ്മുടെ മനസ്സിന് സന്തോഷം തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ ചെയ്യുക കേട്ടോ. പണ്ടൊക്കെ ഞങ്ങൾ പറയുമല്ലോ, ഈ വെക്കേഷൻ സമയത്താണ് കൂടുതൽ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോവുക. വെക്കേഷൻ സമയത്താണ് കേട്ടോ. അപ്പോൾ ഈ അമ്പലത്തിലൊക്കെ പോകുന്ന സമയത്ത് രാവിലെ നേരത്തേക്ക് അമ്പലത്തിൽ പോകും. പിന്നെ അതുപോലെ ഈ സമയത്താണ് നമ്മൾ ക്ലാസ് ഒന്നുമില്ല. ഏപ്രിൽ മാസമൊക്കെയാണ്, ഏപ്രിൽ മെയ് മാസങ്ങളായിരുന്നു. അപ്പോൾ നമുക്ക് ക്ലാസ് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ചില നിർമ്മാല്യം തൊഴാനായിട്ട് പോകും, പെരുവനത്ത് നിർമ്മാല്യം തൊഴാനായിട്ട് പോകും. അതുപോലെ ഒരുവിധം എല്ലാ ക്ഷേത്രങ്ങളിലും ഇപ്പോൾ രാവിലെ നിർമ്മാല്യം 12 നിർമ്മാല്യം, അല്ലെങ്കിൽ ഫുള്ള് നമുക്കൊരു പെരുവനത്തപ്പനെയാണ്, ഇരിട്ടേപ്പനെയാണ് നമുക്ക് തൊഴണമെന്ന് വെച്ചാൽ ഞങ്ങൾ നിർമ്മാല്യം തൊഴാനായിട്ട് പോകും.
അതേപോലെ അല്ലെങ്കിൽ ശാസ്താവിൻ്റെ തിരുവള്ളക്കാവ് ശാസ്താവിൻ്റെ അമ്പലത്തിൽ തൊഴാനായിട്ട് പോകും. അപ്പോൾ എല്ലാ അമ്പലത്തിലും ദിവസവും പോകും കേട്ടോ. അപ്പോൾ നിർമ്മാല്യം തൊഴുത് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ക്ഷേത്രങ്ങളിലും പിന്നെ കവർ ചെയ്യും. അതാണ് നമുക്ക് ഉള്ളത്. പിന്നെ നിർമ്മാല്യം തൊഴുക എന്നുള്ളതൊരു ഇതായി. അപ്പോൾ നമ്മളിങ്ങനെ ചില നേരത്തെ എണീക്കും. 4:30-ക്കൊക്കെ കുളിച്ച് 4:30 5 മണിക്ക് നട തുറക്കും. അപ്പോൾ 5 മണിക്ക് നട തുറക്കാൻ നമ്മൾ 4:30 എണീറ്റ് നമ്മൾ പെരുവനം വരെ നമ്മൾ നടക്കണം. അപ്പോൾ അതായത് തിരുവള്ളക്കാവിലാണല്ലോ വീട്. അപ്പോൾ പെരുവനം വരെ നമ്മൾ നടക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇതിൽ നമ്മൾ വേഗം കുളിക്കാൻ എല്ലാവരും നേരത്തെ എണീക്കുമായിരുന്നു. പിന്നെ നമുക്ക് വെക്കേഷനാണ്, കിടന്ന് ഉറങ്ങണം, അങ്ങനെയുള്ള ഒരു ചിട്ടകളൊന്നും എനിക്ക് തോന്നുന്നു ആ ഒരു കാലഘട്ടത്തിൽ അധികം ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഒരുവിധം എല്ലാവരും നേരത്തെ എണീക്കും. പിന്നെ അത്രയും തലേദിവസത്തെ വല്ല ക്ഷീണമോ എന്നാൽ തലേദിവസം നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് വന്നിട്ട് ലേറ്റായിട്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആണ് എന്നാലും ഒരു 8 മണിയാകുമ്പോഴേക്കും എല്ലാവരും എണീക്കും എന്നാണ് എനിക്ക് തോന്നണത്. അതിനും കൂടുതൽ കിടക്കുന്നവരുണ്ടായിരിക്കും കേട്ടോ. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ശീലം ഉണ്ടായിരുന്നില്ല. എനിക്കെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ അങ്ങനെ ഒരു ശീലമാണ്. നല്ല അടികൊള്ളുമായിരുന്നു, അടിച്ച് പപ്പടാക്കി കളയാം. അപ്പം അതുകൊണ്ട് എപ്പോഴും വെക്കേഷനാണെങ്കിലും കൊള്ളാം, സ്കൂളുള്ള ദിവസമായാലും കൊള്ളാം, നേരത്തെ എണീറ്റ് നമ്മൾ അമ്പലങ്ങളിലേക്ക് പോകണം എന്നുള്ളത് നിർബന്ധമായിരുന്നു. പിന്നെ എന്താ പറയുക, വിഷു കഴിഞ്ഞല്ലോ. വിഷുവിന് എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഒന്നും സ്പെഷ്യൽ എന്നുണ്ടെങ്കിൽ വെറുതെ നമ്മുടേതായ ഒരു ലോകത്ത് മാത്രം, അതായത് നമ്മുടെ ഫാമിലി അങ്ങനെ നമ്മുടെ ആൾക്കാർ അവിടേക്ക് പോകും. അപ്പോൾ അവർക്കൊന്നും അവരെ സംബന്ധിച്ച് എന്താ വെച്ചാൽ നമ്മളെവിടെ പോകുന്നെങ്കിൽ അവർക്ക് ഈ വീഡിയോയിൽ കാണിക്കാനോ അല്ലെങ്കിൽ നമ്മളുടെ റിലേഷൻ അങ്ങനെയൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇല്ലാത്തവരാണ്. അപ്പോൾ അവരെ നമ്മൾ നിർബന്ധിച്ചിട്ട് അയ്യോ എൻ്റെ വീഡിയോയിൽ എങ്ങനെ ചെയ്യാൻ നമുക്ക്. പിന്നെ ഒന്നാമത് ഞാൻ ഈ വീഡിയോ ഇടുന്ന സമയത്ത് എനിക്കത്ര റീച്ചും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഒരു പക്ഷേ ഞാൻ എന്തെങ്കിലുമൊക്കെ ആയി കഴിഞ്ഞാലായിരിക്കും, ഞാൻ ഒരു ഫേമസ് ഒന്നും അല്ലല്ലോ, ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാമെന്ന് എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ഫേമസ് ഒക്കെ ആണെങ്കിൽ ആൾക്കാർക്ക് ആ വീഡിയോയിൽ വരാനും ഒക്കെ ഇഷ്ടമുണ്ടാവുമായിരിക്കും. ഞാൻ അങ്ങനെ പല റീച്ചുള്ളവരുടെയൊക്കെ കാണുമ്പോൾ അവരുടെ ഫാമിലിയിൽ എല്ലാവർക്കും അവർ റീച്ചായി കഴിഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. എനിക്ക് അതൊക്കെ കാണുമ്പോൾ കുറച്ച് സങ്കടം വിഷമൊക്കെ ഉണ്ട്. ഏട്ടനാണെങ്കിൽ ഇന്ന് കളിക്കാനായിട്ട് പോയി. കളിക്കാന്ന് വെച്ചാൽ ഓഫീസിലത്തെ ഒരു ക്രിക്കറ്റിംഗ് എന്തോ ആണ്. അപ്പോൾ എറണാകുളത്തേക്ക് പോയി ചേട്ടൻ. അപ്പോൾ ഓഫീസിൽ അവരുടെ ഒരു ഗ്രൂപ്പിൻ്റെ ഒരു ക്രിക്കറ്റാണ്. അപ്പോൾ ടൂർണമെൻറ്റ് പോലെയൊക്കെ അത് അവർ ചെയ്യാണ്. അപ്പോൾ ചേട്ടൻ ഇന്ന് ഹാപ്പിയാണ്, കളിക്കാൻ പോവല്ലേ, എറണാകുളം വരെ ഏട്ടൻ പോയിരിക്കുകയാണ്. അപ്പോൾ ആ കാരണം എനിക്ക് വേറെ നല്ല പണിയായിരുന്നു. അടിച്ചു വാരി തുടച്ചിട്ട് രാവിലെ തന്നെ ഞാൻ അടിച്ചൊക്കെ വാരി തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടാണ് കേട്ടോ ഞാൻ നാമം ചൊല്ലാനൊക്കെ എല്ലാ പണികളും കഴിഞ്ഞു. പിന്നെ ചോറ് ഞാൻ വെച്ചില്ല. ചോറ് വെച്ച് എനിക്ക് ഇന്നലത്തെ ചോറുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഞാൻ ചോറ് ആദ്യം തിളപ്പിച്ച് ഊറ്റി കഴിക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ തിളപ്പിക്കുന്നില്ല. ഞാൻ ചില ഫ്രിഡ്ജിൽ നിന്നെടുത്ത് മാറ്റി വയ്ക്കും. നമുക്ക് തണുത്ത ചോറ് തന്നെയാണല്ലോ, അതാണല്ലോ ഫ്രഷ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവുക. നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടാണ് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടാവുക. ആ ചോറ് അങ്ങനെ എടുത്ത് വെച്ചിട്ട് അത് ഊറ്റിയിട്ട് ഞാൻ അങ്ങനെ കഴിക്കും. അപ്പോൾ അത് ആകുമ്പോൾ നമുക്ക് പഴകിയ ചോറ് കഴിക്കണമെന്ന് അങ്ങനെയൊന്നുമില്ല. തൈറോയ്ഡ് ഉള്ളവർക്ക് കുറച്ച് നല്ലതാണെന്നൊക്കെ അങ്ങനെ കേട്ടു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ തണുത്ത ചോറാണ് ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 2 ദിവസം 3 ദിവസമായിട്ടുള്ള കഴിച്ചു തുടങ്ങിയിട്ട് ചോറ് ഇങ്ങനെ ബാക്കി വരുമ്പോൾ അത് കുറച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഫ്രഷ് ആയിട്ടിരിക്കും ചെയ്യും. അപ്പോൾ അല്ലാണ്ട് തിളപ്പിച്ച് ഊറ്റി കഴിക്കുന്നില്ല. അതാണ് ഇപ്പോൾ ചെയ്യണത്. പിന്നെന്താ വിശേഷങ്ങൾ, കുറേ വിശേഷങ്ങൾ. നിങ്ങൾ ചേർപ്പും ഭഗവതി ക്ഷേത്രത്തിൽ പോയത് കണ്ടല്ലോ. ഞാൻ പണ്ട് അവിടെ പോയിട്ട് ഞാൻ വഴിപാടുകളൊക്കെ കഴിക്കാറുണ്ടായിരുന്നു. വഴിപാടുകൾ കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം എൻ്റെ ലേറ്റ് മാരേജ് ആയിരുന്നു. അപ്പോൾ കല്യാണം കഴിക്കാൻ അന്ന് എല്ലാവരും നമുക്ക് അന്നത്തെ കാലഘട്ടത്തിൽ കല്യാണം കഴിക്കുക എന്നുള്ളതാണ്. നമുക്കൊരു കല്യാണം കഴിക്കണം. എല്ലാവരും കല്യാണം കഴിച്ച് പോയിട്ടുണ്ട്. എൻ്റെ ക്ലാസ്സിൽ എല്ലാവരും കല്യാണം കഴിച്ച് പോയി. 18 വയസ്സിലൊക്കെ കല്യാണം കഴിച്ച് പോയവരാണ് എല്ലാവരും ആ കാലഘട്ടത്തിൽ. അപ്പോൾ എനിക്ക് എല്ലാവരും അപ്പോൾ അങ്ങനെ പറയും, നമ്മളിങ്ങനെ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പോകുമ്പോൾ നാട്ടുകാരും വീട്ടുകാർക്കൊക്കെ ഇതുള്ളൂ, എന്താ കല്യാണം നടക്കാത്തത്, എന്താന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഓരോ പൂജകൾ, വഴിപാടുകൾ, കർമ്മങ്ങൾ അത് ഇതൊക്കെ. അപ്പോൾ നമ്മുടെ ചേർപ്പിലെ തിരുവോണ പൂജയ്ക്കൊക്കെ നമ്മൾ കൊടുക്കും. എൻ്റെ കൂടെ എന്താ പറയുക, വഴിപാട് കഴിക്കുന്നവരുടെ ഒക്കെ കല്യാണം 3 പ്രാവശ്യം തിരുവോണ പൂജ ചെയ്യുമ്പോഴേക്കും എല്ലാവരുടെയും കല്യാണം നടന്നു പോകുമായിരുന്നു. എൻ്റേത് മാത്രം
അങ്ങനെ സ്റ്റോപ്പായിട്ട് അങ്ങനെ നിന്നു. എന്താണെന്നറിയില്ല, അങ്ങനെ ലേറ്റ്. അപ്പം എൻ്റെ എല്ലാവർക്കും ഒരു തോന്നൽ കല്യാണം നടക്കാണ്ട് ഇരിക്കുന്നു എന്നുള്ളത്. അതിന് ഒരുപാട് ലേറ്റായിട്ടാണ് എൻ്റെ കല്യാണം നടന്നത് കേട്ടോ. എൻ്റെ 30 വയസ്സ് കഴിഞ്ഞിട്ടാണ് എൻ്റെ കല്യാണം നടന്നത്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് എന്താ പറയുക, നല്ല പോലെ പ്രാർത്ഥനയുണ്ടായിരുന്നു. എനിക്ക് കല്യാണം കഴിക്കണം എന്ന് തന്നെയായിരുന്നു. നല്ല ജീവിതം ഉണ്ടാവണം, നല്ലൊരു വീട്ടമ്മയാവണം, നല്ലൊരു ലൈഫ് ഉണ്ടാവണം. ഇത് മാത്രമായിരുന്നു എൻ്റെ പ്രാർത്ഥനകൾ മൊത്തം ഉണ്ടായിരുന്നത്. അതൊക്കെ ദൈവം കാത്ത് അനുഗ്രഹിച്ചു എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എപ്പോഴും അത് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുള്ളൂ. എനിക്ക് നല്ല ജീവിതം കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുക. എന്ത് സങ്കടങ്ങളുണ്ടെങ്കിലും 10-21 പ്രദക്ഷിണമൊക്കെ ഞങ്ങൾ പെരുവന അമ്പലത്തിലൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. എന്നുവെച്ചാൽ അത് മാത്രമേ ഉള്ളൂ ഒരു എൻ്റർടൈൻമെൻറ്റ്. വേറെ സിനിമയ്ക്ക് പോവാൻ പോവില്ല, പുതിയ വസ്ത്രങ്ങളില്ല. എല്ലാവരുടെ മുമ്പിലും നമ്മളൊരു എന്താ പറയുക, എല്ലാവരുടെ മുമ്പിലും ഒന്നും ഇല്ലാത്തവരെന്നുള്ളൊരു പേരൊക്കെ എനിക്കുണ്ടായിരുന്നു. നമ്മൾ കൂട്ടത്തിൽ ചേർത്താതെ, നമുക്ക് നല്ല വസ്ത്രങ്ങളില്ലാത്തതിൻ്റെ പേരിൽ പലരും കൂട്ടത്തിൽ ചേർക്കാണ്ട് അങ്ങനെ എൻ്റെ റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ തന്നെ പോകുമ്പോൾ നമ്മളുടെ ബുദ്ധിമുട്ടുകൾ അതൊക്കെ എനിക്ക് അച്ഛൻ ഗവൺമെൻറ് ജോലിക്കാരാണെങ്കിലും അതിൻ്റേതായ പരിമിതികളുണ്ടായിരുന്നു. രണ്ടാളും നല്ല പോലെ അസുഖങ്ങളുള്ളവരായിരുന്നു. അപ്പോൾ അവരുടെ ശമ്പളം അന്നൊക്കെ ഗവൺമെൻറ് ജോലിക്കാർക്കൊക്കെ തുച്ഛമായ വരുമാനങ്ങളല്ലായിരുന്നു. നമ്മൾ പഠിപ്പിക്കണം, മക്കളെ പഠിപ്പിക്കണം, അവരുടെ വസ്ത്രങ്ങൾ അതിൽ നിന്നൊക്കെ അന്ന് തുണികൾക്കൊക്കെ നല്ല വിലയും കാര്യങ്ങളൊക്കെ എല്ലാം കൂടി റോള് ചെയ്ത് പോകാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുള്ള ഒരു ഫാമിലിയാണ് കേട്ടോ എൻ്റേത്. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് ഈ തുണി ഒന്നുമില്ല. അപ്പോൾ ഒന്നുമില്ലാണ്ടാകുമ്പോൾ നമ്മൾ സങ്കടം എങ്ങനെ വെച്ചാൽ നമ്മൾ അനുഭവിക്കുമല്ലോ. ഇപ്പോൾ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവർ നോക്കുന്നതും അല്ലെങ്കിൽ അവർ അവഹേളിക്കണതും അപമാനിക്കണമൊക്കെ നമ്മൾ നമ്മൾ എന്നും കരഞ്ഞിരുന്നത് അല്ലെങ്കിൽ എന്നും സങ്കടപ്പെട്ടുകൊണ്ടിരുന്നത് ഈശ്വരൻ്റെ മുമ്പിലാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ അമ്പലങ്ങളിലേക്ക് പോകുമ്പോഴാണ് ഞാൻ ഇങ്ങനെ കരയാന്ന് പറഞ്ഞാൽ ഉള്ളിൽ ഭഗവാനോട് പറഞ്ഞ് കൈകൂപ്പി നിന്ന് ഇങ്ങനെ കരയും. എനിക്ക് നല്ല വസ്ത്രങ്ങൾ ഉണ്ടാവണം, എനിക്ക് നല്ലൊരു വീട് ഉണ്ടാവണം. അന്ന് എന്താ വെച്ചാൽ എൻ്റെ വീട് തറവാട് വീടായിരുന്നു. അത് നമുക്കറിയില്ലായിരുന്നല്ലോ അതിൻ്റെ ക്വാളിറ്റി എന്താണെന്ന് നമുക്കറിയില്ല, അതിൻ്റെ ഗുണം എന്താണെന്ന് അറിവില്ല. എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ഇൻസൾട്ട് ചെയ്ത് നമ്മളെ ചവിട്ടി താഴ്ത്തുമ്പോൾ വീടിൽ എല്ലാവരും നല്ല നല്ല വീടുകൾ പണിയുമ്പോൾ എനിക്ക് ആഗ്രഹമായിരുന്നു നല്ല വീട്ടിൽ കിടന്ന് ഉറങ്ങണം, നല്ല വീട് വേണം. അപ്പോൾ ഭയങ്കര സങ്കടവും വിഷമവും ഒക്കെ ആയിരുന്നു. അപ്പോൾ എല്ലാവരും അനുഭവങ്ങളായിരിക്കില്ലേടോ എൻ്റെ ഇത്. അപ്പോൾ ഇൻസൾട്ട് ചെയ്യുക, അവഹേളിക്കുക. അപ്പോൾ എൻ്റെ ഒരു കൊച്ചു മനസ്സ് അതിൻ്റെ ഉള്ളിൽ ഒരുപാട് പറയാൻ പറ്റാത്തതും ആയതൊക്കെ കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ പലരുടെ വീട്ടിലേക്ക് പോവാൻ ഞങ്ങൾക്ക് പിന്നെ ഞങ്ങൾ പറയും ഇഷ്ടമല്ല പറയും. ഇപ്പോൾ സിനിമയ്ക്കൊന്നും പോവാൻ ഇഷ്ടമല്ല എന്നല്ല, ഒരുപാട് ഇഷ്ടമുള്ളിലുണ്ടായിരുന്നു. ഞങ്ങൾ ഇഷ്ടമല്ല, കാരണം നാണക്കേടല്ലേ, കാശില്ല എന്ന് പറയണത്. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് ഡിഗ്രി പഠിക്കുന്ന സമയത്ത് തന്നെ ഞാൻ ട്യൂഷൻ എടുക്കാൻ തുടങ്ങി. ഫസ്റ്റ് ഇയറിൽ നല്ല പോലെ അവഹേളനമായിരുന്നു. സെക്കൻഡ് ഇയറിൽ പഠിക്കുമ്പോൾ ഞാൻ ട്യൂഷൻ എടുക്കാൻ തുടങ്ങി. അപ്പോൾ അതാണ് ഫസ്റ്റ് ഇയറിലൊന്നും ട്യൂഷനില്ല. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ ഞാൻ കോളേജിൽ പോകുമ്പോഴൊക്കെ നല്ല ഡ്രസ്സ് ഇട്ടിട്ടൊക്കെ കേരളമേലാണെങ്കിലും അത്യാവശ്യം എല്ലാവരും നല്ല ഡ്രസ്സ് ഇടും. അപ്പോൾ എനിക്കാണെങ്കിൽ 2 ജോഡി ഡ്രസ്സ്. അപ്പോൾ അധികം ഡ്രസ്സില്ല. അമ്മയാണെങ്കിൽ ചേച്ചിയുടെ പഴയതൊക്കെ എനിക്ക് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വണ്ണം കുറച്ച് ഒക്കെ അങ്ങനെയൊക്കെയാണ് ഞാൻ ഇടുക. അവൾക്കും ഇല്ല ഡ്രസ്സുകൾ, അത് വേറെ കാര്യം. അപ്പോൾ അവൾ വിമലയിലാണ് പഠിച്ചിരുന്നത്. അപ്പോൾ അവൾക്ക് യൂണിഫോമും കാര്യങ്ങളൊക്കെ അല്ലേ. എനിക്കാണെങ്കിൽ കളർ ഡ്രസ്സുകളല്ലേ. അപ്പോൾ അമ്മയുടെ സാരി കുറേ സാരികൾ വെട്ടിയിട്ട് പാവടയും ബ്ലൗസ് പട്ടുപാടയൊക്കെ ഇട്ടിട്ട് പോയി. പിന്നെ ഒരുപാട് കാര്യങ്ങൾ. അന്നൊക്കെ നല്ല ഡ്രസ്സ് ഉണ്ടാവണം, നല്ല വീട്ടിൽ താമസിക്കണം. അതൊക്കെ ജീവിതത്തിൽ ഒരു ഇതായിരുന്നു. ട്യൂഷൻ എടുത്ത് പഠിച്ച് അങ്ങനെ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് കേട്ടോ. അല്ലാണ്ട് ജീവിതം എപ്പോഴും ഈശ്വരൻ്റെ മുമ്പിൽ സമർപ്പിച്ച് ഈശ്വരനോട് അടുത്ത് ജീവിക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുള്ളൂ. ഈശ്വരൻ എന്തുണ്ടെങ്കിലും നമ്മൾ ഈശ്വരനോട് സമർപ്പിച്ച് ഈശ്വരനിലേക്ക് ലയിച്ച് ജീവിക്കുക. അപ്പോൾ നമുക്കെല്ലാം ഈശ്വരൻ തന്നെയാണ് എല്ലാം. അപ്പം അങ്ങനെ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ സങ്കടങ്ങളും ദുഃഖങ്ങളും സ്വപ്നങ്ങളും എല്ലാം ഈശ്വരൻ്റെ മുമ്പിലാണ് സമർപ്പിച്ചിരുന്നത്. അപ്പോൾ അതൊരു സന്തോഷം. നമുക്ക് നമ്മളെ കേൾക്കാൻ, നമ്മളെ അറിയാനൊരാളുണ്ടല്ലോ, അത് ഈശ്വരൻ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു തോന്നൽ. അതൊക്കെ വളർന്നു വന്നതൊക്കെ അങ്ങനെ തന്നെയാണ്. നമ്മളെ കേൾക്കാനും നമ്മളെ സഹായിക്കാനും നമ്മളെ അംഗീകരിക്കാനും നമ്മളെ സ്വപ്നങ്ങൾ കാണാൻ പ്രേരിപ്പിക്കാനും സ്വപ്നങ്ങളിലേക്ക് എത്തിക്കാനും ഒന്നും ആരും ഉണ്ടാവില്ല, ഈശ്വരനും നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ആയിരുന്നു എൻ്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ കേട്ടോ. എനിക്ക് ഒരുപാട് സംസാരിക്കണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ ഇതൊക്കെയാണ് എൻ്റെ സന്തോഷങ്ങളിലേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതൊക്കെയാണ്.
ഇപ്പോൾ വൈശാഖ മാസം നല്ല രീതിയിൽ എല്ലാവരും ഈശ്വരഭജനത്തോടു കൂടി സന്തോഷമായിട്ട് ജീവിക്കണം, നന്നായി ഭജിക്കണം, അമ്പലങ്ങളിലേക്ക് പോകണം, വീട്ടിൽ അത്യാവശ്യമൊക്കെ നാമം ചൊല്ലുക, ഒരു 10 മിനിറ്റെങ്കിലും 15 മിനിറ്റെങ്കിലും ഈശ്വരനാമം ജപിക്കാനായിട്ട് സമയം കണ്ടെത്തുക. അതാണ് ഏറ്റവും വലുത്. ഒരു 10 മിനിറ്റെങ്കിലും ഇരിക്കുമ്പോൾ നമുക്ക് അതിൻ്റേതായ ഒരു സുഖം ഉണ്ടാവും. നിങ്ങളൊക്കെ ചെയ്യുന്നുള്ളവരായിരിക്കും, എന്നാലും ഞാൻ പറയാണ്, അതൊരു സുഖമാണ്. വെറുതെ ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു എന്ന് മാത്രമായിട്ട് എൻ്റെ വാക്കുകളാണ്. അപ്പം അജിന്ത്യ പ്രസാദ് ഫാമിലിയുടെ സൈനിങ് ഓഫ്. ടാറ്റ ബൈ ബൈ.